എല്ലാവർക്കും നമസ്കാരം. ആർജി വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സന്തോഷകരമായ വാർത്ത പറയാനാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിരിക്കുകയാണ് നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. അന്നേരം എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. എൻ്റെ വീഡിയോസ് കാണുന്ന, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത, എനിക്ക് കമൻ്റ് ഇട്ട എല്ലാവർക്കും ഒരു താങ്ക്സ് പറയുന്നു. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ഞാൻ ഈ ചാനൽ തുടങ്ങി എൻ്റെ ചാനൽ മോണിറ്റൈസ് ആകുന്നത് വരെയുള്ള ഒരു എൻ്റെ എക്സ്പീരിയൻസ്. രണ്ട്, ഈ ചാനൽ മോണിറ്റൈസ് ആകുന്നവരെ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ ടിപ്സായിട്ട് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നു. അന്നേരം ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. യൂട്യൂബ് ചാനൽ പുതുതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് നല്ല ഇൻഫർമേഷൻസ് ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ കുറേ ആൾക്കാർ കമൻറ്റായിട്ട് ഇങ്ങനെ ചോദിച്ചു, ഞാനിതൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടില്ലാന്ന്. അതും കൂടെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നു. എൻ്റെ പേര് റിജു രാജ്, കൊല്ലം സ്വദേശിയാണ്. ന്യൂസിലൻഡിൽ വന്നിട്ട് ഏകദേശം ഇപ്പം 5 വർഷത്തോളമായി. ഞാനും എൻ്റെ വൈഫും ന്യൂസിലൻഡിലാണുള്ളത്. എൻ്റെ വൈഫ് ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, ഞാനിവിടെ ടെലികോമിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരും റെസിഡൻസ് ആണ് ഇവിടെ. ഞാൻ പ്രധാനമായിട്ടും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ന്യൂസിലൻഡിൽ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അന്നേരം കുറച്ച് ട്രാവലൊക്കെ ചെയ്ത് കുറേ നല്ല വീഡിയോസൊക്കെ എടുത്തിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ലൈഫ് സ്റ്റൈൽ വീഡിയോസും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ആദ്യമായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 വർഷത്തോളമായി. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 33 വീഡിയോസോളം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ 33 വീഡിയോസിനും കൂടാണ് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചിങ് അവേഴ്സും കിട്ടിയത്. വ്ളോഗ് ചെയ്യാൻ വേണ്ടി എടുത്ത ഒരു ഗോപ്രോയുടെ വീഡിയോ ഇട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഫേസ്ബുക്കിൽ ഏകദേശം ഒരു 5000 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട്സ് അത്രയും ഉണ്ടായതുകൊണ്ട് നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും, പെട്ടെന്ന് തന്നെ വാച്ചിങ് അവേഴ്സ് കിട്ടും, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അങ്ങനെയൊന്നും നടന്നില്ല. ആദ്യത്തെ 2-3 വീഡിയോ ഞാൻ ഇട്ട്, അന്നേരം അതിനൊക്കെ നല്ല ഒരുവിധം റീച്ച് ഉണ്ടായിരുന്നു. ഒരു 50 സബ്സ്ക്രൈബേഴ്സ് വരെയൊക്കെ ഓരോ വീഡിയോയും കിട്ടിയായിരുന്നു. പിന്നെ വ്യൂസും കുഴപ്പമില്ലാതെ കിട്ടിയായിരുന്നു. പിന്നെ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അത് കുറഞ്ഞു. ഒരു 3 വീഡിയോ കഴിഞ്ഞു. ഏകദേശം 1 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് വീഡിയോസിൻ്റെ വാച്ചിങ് അവേഴ്സ് കുറഞ്ഞു, സബ്സ്ക്രൈബേഴ്സ് കിട്ടാതായി. ആ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേന് ഒരു ഫസ്റ്റ് മന്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് മന്തൊക്കെ എന്ന് പറയുമ്പം നമ്മൾ വീഡിയോസ് ഇടുന്ന ചുമ്മാതായി, ആരും അധികം കാണാറില്ല, സബ്സ്ക്രൈബേഴ്സും ഇല്ല. നമ്മളെന്തെങ്കിലും വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇനി ചെയ്താൽ ആരെങ്കിലും കാണുമോ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാവും. പൊതുവേ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കെല്ലാം പറ്റുന്നൊരു കാര്യം അത് തന്നെയാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടു. ഏകദേശം ഒരു 6 മാസത്തോളം കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് വ്യൂസ് വന്നു, പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നു. പല വീഡിയോസ് ഇങ്ങനെ മാറി ചെയ്ത് നോക്കി. അതിലെ ഒരു വീഡിയോ എൻ്റെ നല്ല രീതിയിൽ ആൾക്കാർ കണ്ടു തുടങ്ങി. ഞാൻ സ്റ്റുഡൻറ്റ് ലൈഫിനെ പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ ആണ് പ്രധാനമായിട്ടും നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെയും വാച്ചിങ് അവേഴ്സും കിട്ടിയത്. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 1 വർഷം ഞാൻ വീഡിയോസ് ഇട്ടു. അറ്റ്ലീസ്റ്റ് ഒരു 1 അല്ലെങ്കിൽ 2 വീഡിയോ എങ്കിലും വെച്ചൊരു മാസം ഇടാൻ ട്രൈ ചെയ്തു. അടുത്ത ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങളിൽ നിന്നാണ് ഇത് ടിപ്സായിട്ട് പറയുന്നത്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വീഡിയോസ് അങ്ങ് എടുക്കുക എന്നുള്ളതാണ്. ക്യാമറയ്ക്ക് മുമ്പ് ഫേസ് ചെയ്യുക, അതാണ് പ്രധാനമായിട്ടും വേണ്ടത്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്യണം, നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്തിനെ പറ്റിയാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന് ഒരു ഐഡിയ വേണം. 1 മാസത്തേക്ക് 4 വീഡിയോസാണ് നമ്മൾ ഇടാൻ പോകുന്നതെങ്കിൽ, അതായത് ഒരാഴ്ച 1 വീഡിയോ വെച്ചാണ് ഇടാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ, ഒരു 2-3 മാസത്തേക്കുള്ള ഒരു വീഡിയോസെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. അന്നേരം നമുക്ക് എല്ലാ ആഴ്ചയിലും കൺഫ്യൂഷനൊന്നും ഇല്ലാതെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. അതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോസ് 2-3 വീഡിയോസ് ഇടുമ്പം കിട്ടുന്ന വ്യൂസ് അത് കഴിഞ്ഞിട്ട് കിട്ടത്തില്ലെന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇടുക. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുമ്പോഴത്തേന് നമുക്ക് ഒരു ദിവസം വ്യൂസ് കിട്ടി വരും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേനും, നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ഫേസ്ബുക്ക് വഴിയോ വാട്സപ്പ് വഴിയോ ഷെയർ ചെയ്യാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവൽ വ്ളോഗോ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തിനെങ്കിലും കുറിച്ചുള്ള റിവ്യൂസോ വല്ലതും ആയിരിക്കും. പക്ഷേ ഫേസ്ബുക്കിൽ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും അതിനോട് താല്പര്യം കാണത്തില്ല. അന്നേരം നമ്മൾ ചെയ്തതായതുകൊണ്ട്, നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കണ്ട് ആ വീഡിയോ കളയും. അന്നേരത്തിനാണെങ്കിൽ എന്തോ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീഡിയോയ്ക്ക് റീച്ച് കിട്ടത്തില്ല. യൂട്യൂബിൻ്റെ അൽഗോരിതം പ്രകാരം നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ടൊരു 60-70% കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ വലിയ റീച്ചിലോട്ട് പോകത്തില്ല, അത് പിന്നെ റെക്കമെൻഡേഷനിൽ പോകത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ചുരുങ്ങിയ കുറച്ച് വ്യൂസ് മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഫേസ്ബുക്ക് വഴി പ്രധാനമായിട്ടും ഈ ലിങ്ക് ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ വാട്സപ്പ് വഴിയാണ് ഷെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമുക്ക് അറിയാവുന്നവർ, നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, അവർ നമ്മുടെ വീഡിയോസ് ഫുള്ള് കാണും എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം ഷെയർ ചെയ്യുക. ഓരോ പ്രാവശ്യവും വീഡിയോസ് ഇടുമ്പോഴത്തേനും അതിൻ്റെ കണ്ടൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുക. ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പല വീഡിയോയും ആൾക്കാർ കാണും, അത് നല്ല വീഡിയോസാണ് എന്ന് പറഞ്ഞ് ഇട്ടതെല്ലാം അത്രയ്ക്ക് ആൾക്കാരൊന്നും കണ്ടേയില്ല. ഞാൻ അത്രയൊന്നും അത് വീഡിയോസ് ആരും കാണത്തില്ല എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട കാര്യങ്ങൾ നല്ല രീതിയിൽ റീച്ച് ആവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ആൾക്കാരുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല, വീഡിയോ എങ്ങനെയാണ് ഹിറ്റാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ലക്കും കൂടെ ഉണ്ട്, ലക്ക് ഫാക്ടറും കൂടെ ഉണ്ട്. കാരണം
ചില വീഡിയോസ് നല്ല രീതിയിൽ വൈറലാവും, ദിവസങ്ങൾ കൊണ്ട് വൈറലാവും, ചില വീഡിയോസ് ചിലപ്പം മാസങ്ങൾ കൊണ്ട് വൈറലാവും. അന്നേരം വീഡിയോസ് നമ്മൾ എടുക്കുക ഇടുക എന്നുള്ളതാണ്. യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോഴത്തേന് അത്രയും പേഷ്യൻസ് ഉണ്ടെങ്കിലേ പറ്റൂ, അത്രയും ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടത്തുള്ളൂ. അന്നേരം വന്നിട്ട് 1-2 ദിവസം അല്ലെങ്കിൽ 1-2 മാസം കൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചില കേസിലൊക്കെ നടക്കുമായിരിക്കും. ചിലപ്പം വല്ല സെലിബ്രിറ്റീസോ ചില വൈറലായിട്ടുള്ള വീഡിയോസ്, ചിലപ്പോൾ ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ വൈറലാവും, ചിലപ്പോൾ അതേ കണക്കുള്ള കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം അങ്ങനെ ആയേക്കാം. പക്ഷേ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു വീഡിയോ ഏതെങ്കിലും ഒരു സമയത്ത് കയറി ഹിറ്റാവും, അത് ഉറപ്പാണ്. ഒരു ദിവസം നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവും, ചാനലിൽ നിന്നൊരു വരുമാനം കിട്ടുകയും ചെയ്യും, അത് ഉറപ്പായിട്ടുള്ള കാര്യം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോഴത്തേന് കുറേ ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പെയ്ഡ് പ്രൊമോഷനൊക്കെ ആയിട്ട്. പെയ്ഡ് പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര രൂപ, ഒരു 1000 വ്യൂസിന് നമുക്ക് ഇത്ര രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വ്യൂസും 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് കോൺടാക്ട് ചെയ്യും. അതിനൊന്നും പോകാതിരിക്കുക. കാരണം അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒരു സമയത്തേക്ക് നമുക്കൊരു കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറേ വ്യൂസൊക്കെ കിട്ടും, പക്ഷേ അതുകൊണ്ടൊരു പ്രയോജനമില്ല. കാരണം നമ്മുടെ ചാനൽ അങ്ങനെ മോണിറ്റൈസ് ആയാലും നമുക്ക് ജെനുവിനായിട്ട് കിട്ടുന്ന വ്യൂസും അല്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രോത്തും ഉണ്ടാകത്തില്ല, ഇതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാനും പറ്റത്തില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴത്തേന് നമ്മൾ കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്ന കാര്യം, ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും, അവരെന്നെപ്പറ്റി എന്ത് വിചാരിക്കും ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്കൊരു ചാനൽ തുടങ്ങണം, നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ചെയ്യുക. അല്ലാതെ ബാക്കിയുള്ളവർ അത് എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കരുത്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിലോട്ട് പല ആൾക്കാരും വരാൻ ആഗ്രഹിക്കുന്നത് യൂട്യൂബിൽ നിന്ന് ഒത്തിരി കാശ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ആരും വരാതിരിക്കുക. കാരണം യൂട്യൂബിൽ ഇപ്പം മോണിറ്റൈസ് ആയെന്ന് പറഞ്ഞാലും നമുക്ക് വലിയ രീതിയിലുള്ള വരുമാനമൊന്നും കിട്ടത്തില്ല. അതിനൊക്കെ നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ പറ്റൂ. അതിനൊക്കെ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. അന്നേരം പെട്ടെന്ന് കാശുണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആരും യൂട്യൂബിലോട്ട് വരാതിരിക്കുക. അതാണ് പ്രധാന കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിർത്തുന്നത്. കാരണം യൂട്യൂബ് മോണിറ്റൈസ് ആയി കഴിഞ്ഞിട്ട് നിർത്തുന്ന ഒത്തിരി പേരുണ്ട്. അതായത് നമ്മൾ പാഷനെ ഫോളോ ചെയ്യുക, നമുക്ക് പൈസ നമ്മുടെ കുറേ വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ ചാനലിൻ്റെ വിശേഷങ്ങളും എനിക്ക് പറഞ്ഞു തരാനുള്ള ടിപ്സും. എൻ്റെ ചാനൽ എന്ന് പറയുമ്പോഴത്തേന് അധികം വലിയ ചാനലൊന്നും അല്ല, ഏകദേശം 1400 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചെറിയ ചാനലാണ്. എന്നാലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഷെയർ ചെയ്തതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചാനലിൽ ഏകദേശം 1400 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷേ എനിക്ക് വ്യൂസ് കുറവാണ്. പലരും ഇങ്ങനെ കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ അടുപ്പിച്ച് വീഡിയോസ് ഇടുന്നില്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം അത് വേറൊന്നുമല്ല, ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 2 വീഡിയോയെങ്കിലും വെച്ചൊരു മാസം ഞാൻ ഇടുന്നുണ്ട്. പക്ഷേ ആണെങ്കിൽ നിങ്ങൾക്കത് കിട്ടാത്തത്, നിങ്ങൾ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അന്നേരം ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അന്നേരം ഇതോടുകൂടി എൻ്റെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.